Yes, welcome back to Arcanex. So SSLC full A+ നേടുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിന് എന്തറിയണം ആർട്ടി? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, വെയിറ്റേജ് അറിയണം കുഞ്ഞുങ്ങളെ. അപ്പൊ കെമിസ്ട്രി ഡീറ്റെയിൽഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് നോക്കി പഠിച്ചാൽ മാത്രമേ ഇത്തവണ നിങ്ങൾക്ക് A+ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ A+ കിട്ടുമോ കുഞ്ഞുങ്ങൾക്കുള്ള സംശയമാണ്. അപ്പൊ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും A+ കിട്ടും. അതായത് നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ 50-ൽ 45 A+ന് വേണ്ടത്. അപ്പൊ അതനുസരിച്ച് 5 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം. പക്ഷെ അത് ഹൈ റിസ്ക് ആണ് ഈ വർഷത്തെ കുട്ടികളെ സംബന്ധിച്ചാൽ നമുക്ക് പറയാം അല്ലെ. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം എന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ടഫ് ആണ്. ഐസോമെറിസം നോമൻക്ലേച്ചർ കമ്പാരിറ്റീവ്ലി ഈസി ആണെങ്കിലും ഐസോമെറിസം കമ്പാരിറ്റീവ്ലി ടഫ് ആണ്. അതിൽ നിന്ന് എത്ര മാർക്ക്? 6 മാർക്കാണ്. സെക്കൻഡ് ചാപ്റ്റർ ഓർഗാനിക്കിന്റെ തന്നെ ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ 5 മാർക്കാണ് ആ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ്. പീരിയോഡിക് ടേബിൾ 6 മാർക്ക് ഈസി ആയിട്ട് നേടാം. ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പഠിക്കരുത് നമ്മൾ പറയുന്ന ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ. ഏത് കുട്ടിക്കും 6 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. അത് ഗ്യാസ് ലോസ് ടഫ് ആണ് കുഞ്ഞുങ്ങളെ. അവിടുന്ന് ഒരുപാട് ന്യൂമറിക്കൽസ് കണക്കുകളും കാര്യങ്ങളും ഉണ്ട്. 6 മാർക്കാണ്. അപ്പൊ ചിലപ്പോ ആ മോൾ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ കണക്കിലെ കളികൾ അല്ലെ, മോൾ കാൽക്കുലേഷൻ. പിന്നീട് വരുന്ന ഇലക്ട്രോ കെമിസ്ട്രി മെറ്റലും രണ്ടും 5 മാർക്കിന്റെ ചാപ്റ്റർ ആണ്. അതിൽ മെറ്റൽസ് കമ്പാരിറ്റീവ്ലി ഈസി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി ഇച്ചിരി ടഫ് ആണ്, ഒന്നിച്ച് ടഫ് ആണ്. ലാസ്റ്റ് ചാപ്റ്ററിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ, അതായത് 17.5% ചോദ്യങ്ങളും വരുന്ന 7 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് അവസാനത്തെ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് അല്ലേ. ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടന്റ് അല്ല, കുറച്ച് കോമ്പൗണ്ടുകളുടെ വ്യാവസായിക നിർമ്മാണവും. ചാപ്റ്റർ ശരിക്കും ഇതുവരെ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനാണ് ആദ്യമായിട്ട് ആ ചാപ്റ്റർ നിങ്ങൾ എഴുതാൻ പോകുന്നത്. പക്ഷേ SCRT ബേസ് ചെയ്തുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. അത് കാണുക അല്ലെ, കറക്റ്റ് ആയിട്ട് കാണുക. എല്ലാ ചാപ്റ്റർ ലൈൻ ബൈ ലൈൻ, ചാപ്റ്റർ ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. മക്കൾ ഇതിൽ ഏത് ചാപ്റ്റർ ആണ് സ്കിപ്പ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ 5 മാർക്കിന്റെ ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷൻ സെക്കൻഡ് ചാപ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി, മെറ്റൽസ്, ഈ 3 ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും നമുക്ക് A+ കിട്ടും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ആണ്. എന്താണ്? എന്നോടാണ് ചോദിക്കുന്നത്, ഞാൻ പറയും കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് സ്കിപ്പ് ചെയ്യാനങ്ങ് പറഞ്ഞേക്കും. കാരണം അങ്ങനെ പറയാനൊന്നും പറ്റൂല. ഓരോരുത്തരും ഓരോ രീതിയാ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അല്ലെ. പക്ഷെ മക്കളെ അവിടെ ഒരു വലിയ റിസ്ക് ഉണ്ട്. ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ 40-35 നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ബാക്കി എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഫുൾ കോൺസെപ്റ്റ് പഠിച്ച് ഏത് ചോദ്യം വന്നാലും ഒരു 1 മാർക്ക് പോലും തെറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരു നിർവാഹവും ഇല്ല. ബാക്കി മുഴുവൻ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കേണ്ടി. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഞങ്ങൾ പറയത്തില്ല. പക്ഷെ നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് മനസ്സോട് കയറണം, എനിക്കെല്ലാം അറിയാം, ഒരു ചാപ്റ്റർ ഇല്ലെങ്കിൽ പോലും എനിക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസ്. അതേപോലെ ഈ വർഷത്തെ ഏറ്റവും വലിയ റിസ്ക്, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്കൊക്കെയാണ് ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതി 1-2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും A+ലേക്ക് എത്താം. പക്ഷെ മക്കൾ ഇത്തവണ ഇതുവരെ നടന്നൊരു പാറ്റേൺ അനുസരിച്ച് ഒരേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് വരിക. അതും വളരെ കുറച്ച് എണ്ണത്തിന് മാത്രമാണ് ഓപ്ഷൻസ് ഉള്ളത്. അതും സെയിം ചാപ്റ്ററിൽ നിന്ന്, സെയിം ടോപ്പിക്കിൽ നിന്ന്. അപ്പൊ നമുക്ക് ഒരിക്കലും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ ഈ തവണ സാധിക്കത്തില്ല. എക്സ്ട്രാ നിങ്ങൾക്കില്ല. കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ പോലെ എക്സ്ട്രാ മാർക്ക് ഇല്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട, അതൊരു റിസ്ക് ആണ്. ചിലപ്പോ 1 മാർക്കൊക്കെ നമുക്ക് അങ്ങോട്ടും എസ്പെഷ്യലി ഈ വർഷം നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് തന്നെ അറിയാലോ, അത്യാവശ്യം ലാംഗ്വേജ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ സബ്ജക്ട് ടഫ് ആണ്. അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ PYQ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന SCRT ചോദ്യങ്ങൾ അത് പഠിച്ചാൽ മതി. നിങ്ങൾ അതേ മോഡൽ ചോദ്യങ്ങൾ തന്നെ അതേ പോർഷനിൽ നിന്ന് അതേ ടോപ്പിക് അവര് തന്നെ ഗവൺമെന്റ് തന്നെ പറയുന്നത്, ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടിയെ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി എന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറും ചാപ്റ്റർ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാരത്തോൺ ക്ലാസ്സുകളിലും ഉണ്ടാകും. അപ്പൊ കുഞ്ഞുങ്ങൾ അതിനെ ബേസ് ചെയ്ത് പഠിക്കുക, പുറത്തുനിന്നൊന്നും വരട്ടെ. ഈ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി നിങ്ങൾ ഒന്നും ബോധരേണ്ട. കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ ബൈ.